ഹായ് ഗായ്സ്, മാർക്കറ്റ് മിഷൻ്റെ പുതിയൊരു മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡേറ്റ് 24 ജൂലൈ 2026. സോ ഇന്നത്തെയും പോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. സോ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നത്. +0.22% അപ്പാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ പല ദിവസങ്ങളായിട്ട് പറയുന്ന ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് നല്ലൊരു റിവേഴ്സലാണ് ഗിഫ്റ്റ് നിഫ്റ്റി എടുത്തിരിക്കുന്നത്. സോ ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ അല്ല ഇന്നലെ നമ്മൾ കണ്ടത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഒരു അപ്സൈഡ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് നാളത്തെ ചെറിയൊരു ചോപ്പിംഗ് എങ്കിലും സൈഡ് വൈസ് ചോപ്പിംഗ് എങ്കിലും ഉണ്ടായതിനു ശേഷം മാത്രമേ ഒരു മുകളിലേക്കൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ കുറച്ച് കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട സമയം തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ വിക്സ് എടുത്ത് നോക്കിയാൽ ചെറിയ രീതിയിൽ ഇന്നലെ സ്പൈക്ക് ആയിട്ടുണ്ട്. 8% സ്പൈക്ക് വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി ഇന്നലത്തെ വീഡിയോ നമ്മൾ പറയുകയുണ്ടായി ഈ ഒരു ഫോളിന് ശേഷം എന്തായാലും ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് വരും. അങ്ങനെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റോക്സിലെല്ലാം ഒരു പുൾ ബാക്ക് വരുമായിരിക്കും എന്ന് നമ്മൾ പറയുകയുണ്ടായി. സെയിം കാര്യം തന്നെയാണ് സംഭവിച്ചത് ഇന്നലെ. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും ഒരു റിവേഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു റിവേഴ്സൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഓൾറെഡി ഒരു സ്ട്രെങ്ത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് കാണിച്ചിട്ടുണ്ട്. ഈ സ്ട്രെങ്ത് ഇതൊരു സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മേ ബി ഈ ഒരു റിവേഴ്സലിന് ശേഷം ഒരു നല്ലൊരു മൂവ്മെൻറ്റ്, നല്ലൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ഇങ്ങനെ എങ്ങാനും വന്നിട്ട് നല്ലൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ വളരെ നല്ല ഹെൽത്തിയാണ് നമ്മുടെ മാർക്കറ്റ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ വീക്ക്ലി സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയയിൽ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് താഴത്തേക്ക് വരാതെ ഈ ഒരു ഏരിയയിൽ തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു മൂവ് ടു ദ അപ്സൈഡ് നമുക്ക് കിട്ടാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ റൈറ്റ് നൗ നമുക്കൊരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ലല്ലേ. കാരണം ഓൾറെഡി നല്ലൊരു മൂവ് തന്നു. അതിനുശേഷം ഒരു നല്ല പുൾ ബാക്ക് ബ്രെത്തിലും കാര്യങ്ങളിലൊക്കെ ചെറിയ വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. നിഫ്റ്റി വീക്കായി തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി നിഫ്റ്റി വീക്കാണ്. അതിൽ നിന്ന് വീണ്ടും ഒന്നും കൂടെ നിഫ്റ്റി വീക്കായിട്ടുണ്ട്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നല്ലൊരു റെസിസ്റ്റൻസ് ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഈ ഒരു ലോന്ന് സ്ട്രെയിറ്റ് അപ്പ് മൂവ് തന്നിട്ട് ഓൾമോസ്റ്റ് അറ്റ് ദിസ് റെസിസ്റ്റൻസ് ലെവൽ തന്നെ നല്ലൊരു കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്. സോ വീക്കിലി നല്ലൊരു സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ. സോ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ മേ ബി ഒരു 1 month റാലിയെങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടാം. അല്ലെ, ഒരു ജൂലൈ എന്ന മാസത്തിൽ മിക്കവാറും ഒരു റാലി കിട്ടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം മേ ബി ഒരു സ്ട്രോങ് പുൾ ബാക്ക് വരാനും പ്രോബബിലിറ്റി ഇല്ലാതില്ല. സോ അതിനുശേഷം നമുക്ക് നിഫ്റ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിഫ്റ്റിയിലും നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കണ്ട പോലെ തന്നെ ഒരു സ്ട്രോങ് പുൾ ബാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം അനാലിസിസ്. ഇവിടുന്ന് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ്, ഇവിടെ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ്, ആ ലെവലിൽ ഒന്ന് 2-3-4 ദിവസം ആ ലെവലിൽ തന്നെ ചോപ്പ് ചെയ്തിട്ട് പിന്നെ സ്ട്രോങ് ബ്രേക്ക് ഡൗൺ ടു ദ ഡൗൺ സൈഡാണ്. സോ നിഫ്റ്റിയും വളരെ വീക്കാണ് ആസ് കമ്പയർഡ് ടു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്. നിഫ്റ്റി വളരെ വീക്കാണ് നേരത്തെ നമ്മൾ പറയുകയുണ്ടായി. നിഫ്റ്റി ബാങ്കിലും സെയിം സിനാരിയോ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല. വീണ്ടും ഒരു താഴത്തേക്കൊരു സ്ട്രോങ് ക്യാൻഡിൽ, ഇങ്ങനത്തെ സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസിംഗ് ബിലോ മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് ലോ അങ്ങനെയുള്ള കേസുകളൊക്കെ വളരെയധികം നല്ല രീതിയിൽ കലാശിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു ക്യാൻഡിൽ വന്നതിന് ശേഷം ഒരു സഡൻ അപ്പ് മൂവ് വളരെ കുറവാണ്. പക്ഷേ എക്സ്ട്രീം സ്ട്രെങ്ത് മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് സഡൻ അപ്പ് മൂവ് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അഗ്രസീവായിട്ട് മാർക്കറ്റിനെ കാണാൻ പറ്റും. കാരണം അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. കാരണം ഇത്രയും മോശമായൊരു ക്യാൻഡിന് ശേഷം ഒരു ഫാസ്റ്റ് ഒരു വി ഷേപ്പ് റിക്കവറി ഒക്കെ മാർക്കറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് സ്ട്രെയിറ്റ് അപ്പ് ഒരു മൂവ് ഇവിടെ നിന്ന് അങ്ങോട്ട് മാർക്കറ്റ് തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ ഒരു ഹിഡൻ സ്ട്രെങ്ത് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ നമുക്ക് നോക്കിക്കാണാം എന്തായാലും ഇന്നത്തെയും നാളത്തേക്കും പ്രൈസ് ആക്ഷൻ നോക്കിയതിന് ശേഷം നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും.
So that is all about Bank Nifty. Adani അദാനി സ്റ്റോക്സിലും ഒരു സ്ട്രോങ് റിവേഴ്സലാണ് വന്നത്. അപ്പോൾ ഒരു പെനൻറ്റ് പാറ്റേൺ ആണ് ഇവിടെ അദാനിയിൽ കാണുന്നത്. ഓൾമോസ്റ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഓവറോൾ മാർക്കറ്റ് ബെയറിഷ് ആയതപ്പോൾ അദാനി സ്റ്റോക്സും ബെയറിഷായി, സ്ട്രോങ് പുൾ ബാക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബ്രെത്ത് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോക്സ് ഓഫ് 20 EMA താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. സ്റ്റോക്സ് ഓഫ് 50 EMA താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ ഒരു മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടെ താഴത്തേക്ക് വരാം, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷോർട്ട് ടേം ട്രെൻഡ് താഴത്തേക്ക് ട്രെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്സ് ഓഫ് 200 EMA ചെറിയൊരു മൂവ്മെൻറ്റ് ഡൗൺ സൈഡ്, നിഫ്റ്റി പിന്നെ പറയണ്ട. അതുപോലെ തന്നെ 52 വീക്ക് ഹൈ ആൻഡ് ലോ നമ്പേഴ്സും നോക്കുകയാണെങ്കിൽ ഹൈ പോയിക്കൊണ്ടിരുന്ന് വീണ്ടും താഴത്തേക്ക് ഒരു മൂവ്മെൻ്റ് ആണ്. ബ്രെത്ത് മെട്രിക്സ് നോക്കുകയാണെങ്കിലും ഒരു എക്സ്ട്രീം ബുള്ളിഷ്നെസ് എവിടെയും കാണുന്നില്ല. ഈ നമ്പേഴ്സൊക്കെ ഒരു അപ്പ് 4.5% ടുഡേ എന്ന് പറഞ്ഞാൽ 75 ആണ്. ഇത്രയും ദിവസത്തെ എബവ് 100 ആണ് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് 75 ആയത് തന്നെ ഡെഫിനറ്റ്ലി അതൊരു മൊമെൻറ്റം, അപ്വേർഡ് മൊമെൻറ്റം സ്ലോ ആവുന്നതും ഈ നമ്പർ കൂടുന്നത് ഡൗൺവേർഡ് മൊമെൻറ്റം ഹൈ ആവുന്നതിൻ്റെയും ഒരു വലിയൊരു ക്ലൂ തന്നെയാണ്. സോ ഓവറോൾ മാർക്കറ്റിൽ ഒരു ബെയറിഷ്നെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ ഇതിനു മുന്നത്തെ 2-3 ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നുണ്ടായിരുന്നു, മാർക്കറ്റിൽ മൊമെൻറ്റം അറ്റ്ലീസ്റ്റ് ഇൻഡെക്സ് അനാലിസിസ് വെച്ച് നോക്കുമ്പോഴും ബ്രെത്ത് അനാലിസിസ് വെച്ച് നോക്കുമ്പോഴും മൊമെൻറ്റം ഉള്ളതായി കാണുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു പോർട്ട്ഫോളിയോ ലെവലിൽ എക്സ്ട്രീം മൊമെൻറ്റം കിട്ടാൻ വളരെ സെലക്റ്റീവായ സ്റ്റോക്സ് മാത്രമേ തരുന്നുണ്ടായിരുന്നത്. ഒരുവിധം എല്ലാ നല്ല സ്ട്രക്ചറുള്ള സ്റ്റോക്സ് നല്ല റിട്ടേൺ തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തരുന്നുണ്ടായിരുന്നില്ല. സോ അതും ഈ ഒരു വീക്ക്നെസ് സൂചിപ്പിക്കുന്നതായിരുന്നു. കാരണം ജൂൺ 15 ശേഷം ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് എവിടെ വന്നിട്ടില്ല അല്ലേ. ജൂൺ 15 കഴിഞ്ഞാൽ 72 കഴിഞ്ഞ് 74, 75 തന്നെ, പിന്നെ എത്രയാണ് 76, 75. സോ ഇവിടുന്ന് ഒരു മൊമെൻറ്റം നമുക്ക് ഈ ഒരു 15 ശേഷം മാർക്കറ്റിൽ വന്നിട്ടില്ല. പക്ഷെ ഇവിടുന്ന് 11-12 വെറും 12 54 ഒറ്റ ദിവസം കൊണ്ടുപോയി, 54 നിന്ന് 72 ഒറ്റ ദിവസം കൊണ്ടുപോയി. പിന്നെ ഇത് സ്ലോ ഡൗൺ ചെയ്യുകയാണ്. പക്ഷെ അതിന് പകരം മാർച്ചിലെ മൊമെൻറ്റം നോക്കിയേ, April 1 10 നിന്ന് 41 നിന്ന് 52 നിന്ന് 78, 78 നിന്ന് 82 നിന്ന് 94 നിന്ന് 94 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 94% ഓഫ് ദ സ്റ്റോക്സ് ആർ അബോവ് ഇറ്റ്സ് ഷോർട്ട് ടേം ട്രെൻഡ് എന്നല്ല. അപ്പോൾ അവിടുന്ന് ഒബ്വിയസ്ലി സ്ലോ ഡൗൺ ആവും. പക്ഷെ ആ ഒരു 4-5 days സ്ട്രോങ് മൊമെൻറ്റം ബേസ്റ്റ് എന്ന സംഭവം നമുക്ക് ഇവിടെ കണ്ടിട്ടില്ല. ഓൺലി 2 days മൊമെൻറ്റം ബേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് സ്ലോ ഡൗൺ ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയായിരിക്കാം പല സ്റ്റോക്സിലും നമ്മളെടുത്ത ട്രേഡുകൾ വർക്ക് ചെയ്യാതെ ഇരിക്കുന്നതും അതുപോലെ നമുക്ക് വിചാരിച്ചൊരു മൊമെൻറ്റം കിട്ടാതിരുന്നതും. സോ ഇത് നമ്മളെടുത്ത ട്രേഡ്സിൻ്റെ കുഴപ്പമായിരിക്കണമെന്നില്ല. ഡെഫിനറ്റ്ലി മാർക്കറ്റ്സ് എപ്പോഴും ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യണമെന്നില്ല. സോ അതിൻ്റെയും കൂടെ പ്രശ്നമായിരിക്കാം. സോ അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രേഡ്സിനെ ജഡ്ജ് ചെയ്യാം. സോ എനിക്ക് അത്രയേ പറയാനുള്ളൂ. സോ ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.